സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ തൻ്റെ കരുണയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി. പിതാവായ ദൈവം എന്താണോ ആഗ്രഹിച്ചത്, എങ്ങനെയാണോ തൻ്റെ ജനത്തെ മുന്നോട്ട് നയിച്ചത്, അപ്രകാരമാണ് പുത്രനായ ദൈവവും ഈ ലോകത്തിൽ പ്രവർത്തിച്ചത്. പുത്രനായ ദൈവം പ്രവർത്തിക്കുന്ന വേളയിലെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, താൻ ഒരിക്കലും പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കില്ല. അവനെന്തോ ആഗ്രഹിക്കുന്നത് അതുതന്നെ ഈ ലോകത്തിൽ നിവർത്തിക്കുവാനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. പ്രിയമുള്ളവരെ, പിതാവ് ദൈവജനത്തെ എത്രമാത്രം സ്നേഹിച്ചു. ഒരാളെപ്പോലും ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനോ അവൻ ആഗ്രഹിച്ചില്ല. മറിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് പിതാവായ ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ പലപ്പോഴും ആ സ്നേഹം തിരിച്ചറിയാതെ പോയപ്പോൾ പിന്നീട് തൻ്റെ പുത്രനായ ദൈവത്തിലൂടെ അവിടുന്ന് നമ്മെ എന്താണ് യഥാർത്ഥമായ കരുണ എന്ന് കാണിച്ചു തന്നു. പുത്രനായ ദൈവം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന വേളയിൽ തന്നെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം തൻ്റെ പ്രിയ ശിഷ്യന്മാരെയാണ് ഏൽപ്പിക്കുക. അവരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് പുത്രനായ ദൈവം അവരെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുക, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരികയും പിന്നീട് ഒത്തിരിയേറെ ധീരതയോടുകൂടെ ആ ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ആരോപണങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എങ്കിലും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണമായ വിശ്വസ്തയോടുകൂടി ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കുക. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് 9-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനം ഉളവാകും. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദിയായിലെ വിശുദ്ധൻ്റെ അടുക്കലെത്തി. അവിടെ ഐനിയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനിയാസി, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലിദിയായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. യോപ്പായിൽ തബിത്ത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സത്കൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ ലോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ
തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അവൻ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബിത്ത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരേ, ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുക പത്രോസ് ശ്ലീഹ എപ്രകാരമാണ് പുത്രനായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത് എന്നാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏതെല്ലാം അത്ഭുതകൃത്യങ്ങളാണോ പ്രവർത്തിച്ചത്, അതേ ഒരു പാറ്റേൺ തന്നെയാണ് പത്രോസിൻ്റെ ഈ അത്ഭുതകൃത്യങ്ങളിലും കാണുവാൻ സാധിക്കുക. ബെത്സേദ കുളക്കരയിൽ തളർവാദം പിടിപെട്ട് കിടന്ന ആ രോഗിയെ സമീപിച്ചുകൊണ്ട് അവൻ പോലും ആവശ്യപ്പെടാതെ അവനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അതേ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാർക്ക് തൻ്റെ ദൗത്യം പകർന്നു നൽകുമ്പോൾ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഇനിയും പിതാവായ ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ, പ്രിയമുള്ളവരെ, അവർ അതേപടി ആ കടമ ഏറ്റെടുക്കുകയാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായ വിശ്വസ്തയോടുകൂടെ അവർ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ശ്ലീഹായിക്ക് ആ വ്യക്തിയെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് തളർവാദം പിടിപെട്ട് 8 വർഷമായി രോഗശയ്യയിലായിരുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ അവനോട് പറയുന്നത്, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക ചുരുട്ടുക. പ്രിയമുള്ളവരെ, തങ്ങളുടെ നാമം ഉപയോഗിച്ചല്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പത്രോസ് ശ്ലീഹ പ്രവർത്തിച്ചത്. പുത്രനായ ദൈവം എപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. പല ആവർത്തി അവൻ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന്. യേശുനാഥൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്, ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമാണ്. എപ്പോഴും ഓരോ അത്ഭുതകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ ആരുടെ നാമത്തെയാണ് മഹത്വപ്പെടുത്തിയത്? എപ്പോഴും തൻ്റെ പിതാവിൻ്റെ നാമത്തെയാണ്. അവൻ കൂടെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മറ്റൊരു കാര്യം, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്നാണ്. അതായത് പിതാവിൻ്റെ എല്ലാ ഭാവങ്ങളും തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തവൻ. തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ വാക്കുകളും തൻ്റെ ചിന്തകളും എല്ലാം തന്നെ പിതാവായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റിയവൻ. പ്രിയമുള്ളവരെ, ആ ദൈവപുത്രൻ്റെ ശിഷ്യന്മാരും തീർച്ചയായും തങ്ങളുടെ ഗുരുവിനെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ തളർവാദ രോഗിയോട് പത്രോസ് ശ്ലീഹ പറയുന്നത്, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത മറ്റൊരു തലത്തിലേക്ക് അവർ ഉയർന്നു. തങ്ങൾക്ക് പോലും വിശദീകരിക്കുവാൻ സാധിക്കാതിരുന്ന വിധത്തിൽ അവരുടെ ജീവിത രീതികളിലെല്ലാം മാറ്റം വന്നു. ഒത്തിരിയേറെ ധീരതയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ ഇറങ്ങിത്തിരിച്ചു. പത്രോസ് ശ്ലീഹായും അവൻ പ്രവർത്തിച്ച അത്ഭുതകൃത്യങ്ങളുടെ പേരിൽ ഒത്തിരിയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയവനാണ്. അവനും യേശുവിനെ പോലെ ഒത്തിരിയേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളതാണ്. അവിടെയെല്ലാം യേശുക്രിസ്തു എപ്രകാരമാണോ അവരെ നേരിട്ടത്,
അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവരെ നേരിടുന്ന പത്രോസ്ലീഹായി നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് വെറുതെ ഒരു വാഗ്ദാനമല്ല കൊടുക്കുന്നത്, മറിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന വാഗ്ദാനങ്ങളാണ് യേശുനാഥൻ നൽകിയത്. പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദാനം ചെയ്യുമ്പോഴും യേശു അവരോട് വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്, ആ പരീക്ഷണ നടുവിൽ നിങ്ങൾ എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത്. ഇനി നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ സമയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്താണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലും തൻ്റെ അപ്പസ്തോലന്മാരെ ഒരുക്കിയതിന് ശേഷമാണ് യേശുനാഥൻ ഉത്ഥാനത്തിലൂടെ സ്വർഗത്തിലേക്ക് കരയേറുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പത്രോസ്ലീഹായുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ നമുക്കും പകർന്നു നൽകിയ ദൗത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആ ദൗത്യങ്ങൾ നാം ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നാമും എപ്രകാരമാണ് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കേണ്ടത്, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരവസരമാണ് ഇന്നത്തെ ഈ വായന നമുക്കായിട്ട് നൽകുക. പ്രിയമുള്ളവരെ, യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലം പിതാവായ ദൈവത്തിൻ്റെ മുഖം നമുക്ക് വെളിപ്പെടുത്താൻ പരിശ്രമിച്ചുവെങ്കിൽ, അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ മുഖം നമുക്കായി വെളിപ്പെടുത്തി തന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്? യേശുനാഥൻ പങ്കുവച്ച അതേ ദൗത്യം തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളും അപ്പസ്തോലന്മാരുടെ ആ ഒരു തലത്തിലേക്ക് ഉയരേണ്ടവരല്ലേ? അപ്പസ്തോലന്മാർ എപ്രകാരമാണോ ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്, അതുപോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടവരല്ലേ? യേശുനാഥൻ നമുക്ക് വേണ്ടി നേടിയെടുത്ത ഈ ജീവൻ, പ്രിയമുള്ളവരെ, അത് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം ഓരോരുത്തരും? ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം കർത്താവേ, അങ്ങ് നിരന്തരം ഞങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ വർഷിക്കുന്നതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പോരായ്മകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് നീ എപ്രകാരമാണോ തൻ്റെ സ്നേഹന്മാരിലൂടെ പ്രവർത്തിച്ചത്, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈ കരുണയുടെ ജപമാല ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ച അതേ ദൗത്യം തന്നെയാണ് പിന്നീട് പുത്രനായ ദൈവം തൻ്റെ സ്ലീഹന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ആ സ്ലീഹന്മാർ ഇന്ന് നമുക്കായും പകർന്നു നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ തീർച്ചയായും പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലൂടെ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശ്രമിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ